അച്ഛാ അച്ഛാ നോക്ക് അച്ഛാ, അച്ഛൻ്റെ അനിയൻ പണ്ട് നാട് വിട്ട് പോയിട്ടില്ലേ? നാട് വിട്ട് പോയിന് 10-20 കൊല്ലായില്ലേ. ഇപ്പോഴെന്താണ് പ്രശ്നം? അല്ല, അയാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അടയാളം ഉണ്ടാ? പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് മൂക്കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. എന്നാലേ അങ്ങനത്തെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അയാളിങ്ങനെ ആക്കുന്നുണ്ട്. 20 വർഷം മുമ്പ് നാട് വിട്ട് പോയ നീ അനിയനെ കണ്ടുതാ. കിട്ടി. ഇളയപ്പാ ഇങ്ങ് വാ, ഇളയപ്പാ ഇങ്ങ് വാ. നോക്ക്, ഇതാ വലിക്കുന്നുണ്ടാ, ആക്കുന്നുണ്ടാ. അതാ എടാ, ഇതെന്തൊരു അത്ഭുതം. ഇവൻ എൻ്റെ നാട് വിട്ടുപോയ അനിയൻ തന്നെ. അല്ല അച്ഛാ, ഇങ്ങനെ നോക്കി നിൽക്കല്ല, ഇയാളെ അകത്തേക്ക് വിളിച്ചിട്ട് കൊണ്ടുപോവാ. ഞാൻ അവനകത്തേക്ക് വിളിച്ചോളാം. നീ ഇങ്ങോട്ട് വാ, എനിക്ക് തിരക്ക്, നിന്നോട് കാര്യം പറയാനുണ്ട്. വാ. അല്ല അച്ഛാ, ഇയാളെയും കൂടെ അകത്തേക്ക് വിളിക്കറോ നിങ്ങൾ എന്തിനാന്ന്? ഓനെ വിളിക്കാന്ന്. ഒരു കാര്യം പറയട്ടോ, നീ ഇങ്ങോട്ട് വാ. ഇവിടെ നിൽക്കേ, അച്ഛൻ വിളിക്കുന്നുണ്ടേ, നിങ്ങളൊന്നും പേടിക്കണ്ട. നിനക്ക് അവനാ എവിടുന്നാണ് കിട്ടിയത്? ആടെന്ന് എന്തെന്നോ പ്ലാസ്റ്റിക് എല്ലാം മറക്കുന്നുണ്ടായിനി. എനക്കൊരു സംശയം തോന്നിയിട്ടാണ് ഇപ്പം ഞാനിത് അച്ഛനോട് പറഞ്ഞത്. ഇവൻ തന്നെയാണ് എൻ്റെ അനിയൻ. പണ്ട് ഇടുന്നൊരു പെണ്ണിനെ സ്നേഹിച്ച് ആകെ നിരാശയായിട്ട് നാട് വിട്ടു പോയവനാണ്. ഇവൻ തന്നെയാണ് അനിയൻ. എന്നാലും എൻ്റെ ഇളയപ്പനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, നീ ഇപ്പം എന്തിനാ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നതിന്? വേറെ പ്രശ്നമുണ്ട്, ഞാൻ പറയാത് പ്രശ്നമുണ്ട്. കാണാതായ അനിയനെ കിട്ടിയല്ല, പിന്നെ എന്താണ് ഒരു പ്രശ്നം? ഓനിപ്പോൾ ഈ വീട്ടിൽ കയറി കൂടിയാലുണ്ടല്ല, ഈ വീടും സ്വത്തൊക്കെ ഓഹരി വെക്കേണ്ടി വരുമെന്ന്. ഓഹരി വെക്കണം വെച്ചാ, നിങ്ങൾ 2 മക്കളല്ലുള്ളൂ. ഓഹരി വെക്ക്. ഓഹരി ഒന്നും വെക്കാൻ പറ്റൂല. നീ എന്തിനാണ് ഇപ്പോൾ അവനെ കെട്ടിക്കൊണ്ടെന്ന് നീ? എടാ, നീ അവനെ വിളിച്ചിട്ട് വല്ല ചോറോ കഞ്ഞിയോ കൊടുത്തിട്ടങ്ങ് വിടാൻ നോക്ക്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, അയാളങ്ങ് പോയി.